അപ്പോൾ കണ്ണൂരിലുള്ള വെറ്ററൻ പ്ലേയേഴ്സ് ആണ് ഇത്. സൺഡേ പ്രാക്ടീസിന് വന്നതാണ്. എല്ലാവരും യൂണിവേഴ്സിറ്റി സന്തോഷ് ട്രോഫിയിലും കളിച്ചവരാണെന്ന് പറഞ്ഞത് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ പുതിയതായി അനാച്ഛാദനം ചെയ്ത മറഡോണ സ്റ്റാച്യുവിന്റെ താഴെയാണ്. ലാസ്റ്റ് ജസ്റ്റ് ഒരു 1 month ബാക്കാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത്. നല്ല ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ, എനിക്ക് ഇതിനെ കുറിച്ച് ഇതില്ല, നിങ്ങൾ പറഞ്ഞോളി. മറഡോണ വന്നപ്പോ നമുക്ക് ഇപ്പൊ ഇന്ന് ഈ കളി ഇവിടെ KPL നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ കുറച്ച് തുച്ഛമായ കാണികളേ ഉള്ളൂ. പക്ഷെ മറഡോണ വന്നാൽ ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം നടന്ന് അത്രക്ക് ജനാവലി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ കണ്ണൂരുകാരെ ഒരു ഭാഗ്യം കൂടിയാണ്. കണ്ണൂർ സത്യം പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഈറ്റില്ലാമായിട്ടാണ്. ഫുട്ബോൾ സ്റ്റേഡിയം ആണ് ഇതല്ലേ? ഇത് ഫുട്ബോൾ സ്റ്റേഡിയം അല്ല, ജ്ഞാനാവിധ സ്റ്റേഡിയമാണ്. അതായത് ട്രാക്ക് ഉണ്ട്. ഫുട്ബോൾ സ്റ്റേഡിയം ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായാണ് കാര്യങ്ങൾ. അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് ഈ കുടിത്തകടിയും ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഞായറാഴ്ച കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇത് കളിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയാൽ. അപ്പൊ മറഡോണ വന്ന സമയത്ത് ഇവിടെ ഒരു ആവേശക്കടലായി മാറി. ഞാൻ ഇല്ലായിരുന്നു 2012 ആവേശക്കടലായിട്ട് മാറിയിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാല് മറഡോണ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ടാണ് ബോൾ തട്ടിയത്. ഇന്ത്യയിലെ ഏക സ്റ്റേഡിയം ബോൾ തട്ടിയത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. മറഡോണ വന്നിട്ട് ആ റെക്കോർഡ് ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ട് പിന്നെ കണ്ണൂർ ചെമ്മണ്ണൂരിന്റെ ഉദ്ഘാടനം വന്നതെങ്കിലും ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സ്റ്റേഡിയത്തിൽ നിന്നാണ് മറഡോണ ഫുട്ബോൾ, അതും കണ്ണൂരിൽ ഇന്ത്യയിൽ വെച്ചിട്ട് കണ്ണൂരിൽ മാത്രമാണ് ആദ്യം ബോൾ. അർജന്റീന ടീം വരുന്നത് വന്നു കഴിഞ്ഞാലും അതെ, അർജന്റീന ടീം വരാൻ പോലെ അതിനെ കുറിച്ച് ഒരു പക്ഷേ കണ്ണൂരൊക്കെ കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിലവിൽ പദ്ധതിയിട്ട പ്രകാരം 2025 ഒക്ടോബറിൽ മഞ്ചേരിയിലെ പുതിയ സ്റ്റേഡിയം, ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉദ്ഘാടനവും കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരു മാച്ചും. അത് ആരുമായിട്ടൊന്നും കൺഫേം ആയിട്ടില്ല. 2 മാച്ച് പറയുന്നത്. അർജന്റീന ടീം ഇവിടെ വന്നിട്ട് നമ്മളെ ഗ്രൗണ്ട് ഒന്ന് കളിക്കണം. കണ്ണൂർ ഒന്ന് കളിക്കുന്നത് നമുക്ക് തോന്നുന്നുണ്ട്. ഈ സ്റ്റേഡിയം താങ്ങാനുള്ള അങ്ങനെ അതിനുവേണ്ടി ശ്രമം നടത്താൻ ആള് വേണം. പിന്നെ സ്റ്റേഡിയം, കല്ലൂർ സ്റ്റേഡിയം പോലും റിപ്പയർ ഒക്കെ ചെയ്തോണ്ടിരിക്കുകയെന്നാ പറയുന്നത്. അത്രയും ആളെ വരാനുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റി ഇല്ല. അതിനുള്ള സൗകര്യം ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഈ വർഷം ജൂണിൽ അവർ വരാൻ തയ്യാറായതാണ്. അപ്പോൾ ഗവൺമെന്റ് മഴയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അടുത്ത വർഷം ഒക്ടോബറിലേക്ക് സമയം കൊടുത്തത്. ഭയങ്കര സംഭവമായിരിക്കുമല്ലോ അത്. തീർച്ചയായിട്ടും റൊണാൾഡോ, ഇയാള് മറഡോണ കഴിഞ്ഞാൽ ഇപ്പൊ മെസ്സി തന്നെയാണല്ലോ ഏറ്റവും ഏറ്റവും കൂടുതൽ ബാലൻ ഡോൺ പിന്നെ വാങ്ങിച്ചതും പിന്നെ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ മെസ്സി അർജന്റീന മെസ്സി ക്യാപ്റ്റൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോൾ സൈൻ ചെയ്ത് കിട്ടിയിരുന്നു മറഡോണ വന്നപ്പോൾ. എനിക്കും എന്റെ മോക്കും മരുമോനും 2 ബോൾ സൈൻ ചെയ്ത് കിട്ടിയിരുന്നു. ഇപ്പം കയ്യിലുണ്ട്. ലേലത്തിൽ വിറ്റാൽ നല്ല പൈസ കിട്ടുമല്ലോ. അല്ല, ഒന്ന് മരുമന്റെ ഒന്ന് മോളെ പബ്ലിസിറ്റി ആയിട്ടെങ്കിലും ഇനിയും ഒരു അർജന്റീന ടീം ഇവിടെ കളിക്കാനൊരു സാധ്യതയുണ്ട്. ഇനി അഥവാ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ കളി കാണാൻ പോവാ? ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പോവും. പണ്ട് കൽക്കട്ടയിൽ വന്നിരുന്നത്രേ 2014 മെസ്സി അല്ലേ? ഫ്രണ്ട്ലി മാച്ച് അത് വേൾഡ് ചാമ്പ്യന്മാരാവുന്നതിന് മുമ്പാണ്. ഇതിപ്പോ ശരിക്കും കേരളത്തിനും കൂടി ഒരു അഭിമാന നിമിഷമല്ലേ? കാരണം കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എങ്ങാനും ഇതിനുള്ള ചെലവ് താങ്ങാൻ പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞാൽ അവരൊരു ഓഫർ ഒഴിവാക്കി എന്ന് പറയുകയും ഇപ്പം കേരളം അത് ചെയ്യാന്ന് പറയുമ്പോൾ കേരളത്തിനും കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാന നിമിഷമല്ലേ? കാരണം അതിന് വമ്പിച്ച ചെലവുകളും. അതെ, കേരളത്തിനെ കാണേണ്ട രീതിയിൽ കാണുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ പ്ലേയേഴ്സ് കേരളത്തിലുണ്ട്. പക്ഷെ എന്തോ നിർഭാഗ്യവശാല് അങ്ങനെ സംഭവിക്കുന്നു. അതാണ് പ്രശ്നം. അത് പറഞ്ഞപ്പോ ഓർമ്മ 5000 പേരെ 5 കൊല്ലത്തേക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റും കൂടി അവര് സൈൻ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ എന്തിനായാലും സന്തോഷം. താങ്ക് യു. നമുക്ക് മുന്നോട്ട് പോകാൻ അടുത്ത വർഷം കാണാം. ഓക്കെ. മൈ ടി വി എൻജോയ്. താങ്ക് യു.